Hi, baby. How? Huh? I'm on live. How was your exam? Golden tired exam. Munchu vellam nada. Very tired. Hello guys. Welcome to my YouTube channel. നിങ്ങളോട് സംസാരിക്കുന്നത് ഷെഫീന ബീവിയാണ്. ഞാൻ സനുവിന്റെ ലൈവിൽ ഒന്ന് പോയതാണ്. വെറുതെ ഒരു രസം ഒന്ന് പോകാന്ന് വെച്ച്. അപ്പൊ കൊള്ളാം കേട്ടോ. എല്ലാം മറിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു അവിഹിതത്തിന് എന്ന് വെളുപ്പിക്കാം. അല്ല പിന്നെ അവിഹിതങ്ങൾ വെളുപ്പിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോ എന്റെ ഡ്യൂട്ടി. അവരുടെ ഹസ്ബൻഡ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞു. അവർക്ക് മുമ്പ് വേറെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം അറിഞ്ഞു. അവർ ഞാനായിട്ട് ഉള്ള വേറെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞു. വേറെ പരിപാടികളുള്ള കാര്യം, പിന്നെ അവർ പല സാധനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇതൊന്നും ഞാൻ അറിയുമ്പോൾ എനിക്ക് കിട്ടിയാണെങ്കിൽ ഇത്ര റീസൺ മതിയില്ലേ? ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പത്തെ ആൾക്കാർ ചെറിയ കാര്യങ്ങൾ റിലേഷൻ ബ്രേക്ക് ചെയ്യുന്നത് ഡിവോഴ്സ് ആവുന്നുണ്ട്. ഞാൻ ഒരുപാട് റീസൺ കൊണ്ടാണ്, ഒരു റീസൺ ഒന്നല്ല. എനിക്ക് അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരല്പം ഉളുപ്പ് ചങ്കീരി അല്ല, അതെല്ലാം ശരി തന്നെ. അവർക്ക് മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് അല്ലാതെ വേറെ കുറെ പേരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അറിഞ്ഞ ശേഷം നീ ബ്രേക്കപ്പ് ആയി. അപ്പൊ അതിന് മുമ്പ് നിനക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു പെണ്ണിനെ അങ്ങോട്ട് കണ്ട ഉടനെ അവളെയും വിളിച്ചു കൊണ്ടുപോയി ഒരു റൂമിൽ പോയി റൂം എടുത്ത് അവളുമായിട്ട് ഡിങ്കോളാപ്പിയ ഡിംഗ്ലി ഒക്കെ കളിച്ച് അതിലൊരു കൊച്ചിനെയൊക്കെ കൊടുത്ത് ആ കൊച്ചിനെ കൊണ്ടുപോയി ഗർഭം അലസിപ്പിക്കുക വരെ ചെയ്ത് അവളുടെ കയ്യിൽ നിന്ന് 12 ലക്ഷം രൂപ അടിച്ചു മാറ്റുന്നത് വരെ സിയാസ് അണ്ണൻ അറിയത്തില്ലായിരുന്നു അല്ലേ അവള് പോയപ്പോണെന്ന്. ആണോ? നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നാം വിശ്വസിച്ചു. ഇത്രയും വലിയ സത്യം കേട്ട ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചതാണ്. കുഴപ്പണ്ടാ? ശിവനെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളുടെ ടൈം പറയാം. ഒരുത്തനെ കാണുന്നു, അത്യാവശ്യം അവന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കുന്നു, കൊള്ളാൻ ചെങ്കീരി പടം നമുക്ക് മൊബൈലൊക്കെ റീചാർജ് ചെയ്ത് തരും, അത്യാവശ്യം ബർത്ത്ഡേക്കൊക്കെ ഡ്രസ്സ് എടുത്ത് തരും, മാല കമ്മല് ഇത്യാദി സാധനങ്ങൾ നമുക്ക് തരും. അങ്ങനെയുള്ള കുൽസിതങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. കൊള്ളാലോ, ഈ കേസ് കെട്ടിക്കൊള്ളാം, ഇതിനെ നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ അതിനെ വെച്ച് കണ്ടിന്യൂ ചെയ്യും. ഒരു 4-5 കൊല്ലം അങ്ങോട്ട് പ്രേമിക്കും. പണ്ട് ലക്ഷ്മി നടത്തിയ ഒരെണ്ണം, ഒരു പ്രോഗ്രാമിൽ ഒരു സ്ത്രീ വന്നിരുന്നുകൊണ്ട് പറയണം, അവളെ പഠിപ്പിച്ച് ഡിഗ്രി എടുക്കുന്നിടം വരെ അവളെ ഫുൾ ചെലവ് നോക്കി നടത്തി ആ ചെറുക്കനെ വേണ്ടാന്ന്. എന്താ കാര്യം എന്ന് വെച്ചാൽ പറയണം, അവന്റെ കളർ ശരിയല്ലെന്ന്. ഈ 3-4 കൊല്ലം അവന്റെ കാർഡ് എവിടെയെന്ന് ചോദിച്ചു. ബാങ്ക് കാർഡ് അത് അവളെ കയ്യില. ഓർത്തോണം, അവന്റെ ബാങ്ക് കാർഡ് അവളെ കയ്യിൽ വെച്ചിട്ട് അവൻ കൊള്ളൂല. ജോലിയായി പഠിച്ച് നല്ലൊരു ജോലിയായപ്പം ഈ കോന്ത്രക്കെല്ലാം കൊള്ളത്തിരുന്നു. ഇത്രയും ദിവസം കോന്ത്രക്കല്ലന്റെ കാശ് കൊണ്ടാണ് അവള് പഠിച്ചെവിടെ എത്തിയെന്ന്. ഇങ്ങനെ എന്താ സ്റ്റാറ്റസ് സൊല്ലും കിപ്പള്ള അതവിടെ നിന്നില്ലേ. അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവനെ എടുത്ത് അങ്ങ് ദൂരെ കളഞ്ഞ് തേപ്പുകാരി. സിമ്പിളാണ് ഈ പറയുന്ന സാധനം. മാക്സിമം ഞാൻ കോളേജിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്റെ കൂടെ പഠിച്ചൊരു പെൺകുച്ചിന് ഹരി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ പോകാൻ കഴിക്കും. അതിന് മുമ്പ് അമ്മാവന്റെ മകനുമായിട്ട് ചുറ്റലോ കൂത്തലോ വെക്കലോ ഒരു രംഗീല സിനിമയൊക്കെ കാണുമ്പോ ഇപ്പൊ നമ്മൾ പോകുമ്പോ അവര് നവമിഥുനങ്ങളായിട്ട് ചേർന്നിരുന്ന സിനിമ കാണുന്നുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ കൈനിറയെ വളയൊക്കെ ഇട്ടിട്ട് ഒരു മോതിരം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞു. എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചെറുക്കനുമായിട്ടായിരിക്കും. ഞാൻ കാശുകാരൻ UK കാരൻ വന്നപ്പോ ഇവൻ വേണ്ടാന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ വെച്ചാൽ ഇവനുമായിട്ടുള്ള നിന്റെ പ്രശ്നം ഞങ്ങള് ജസ്റ്റ് ഫ്രണ്ട്സായിരുന്നു. ഫ്രണ്ടാണ് യുവമിഥുനങ്ങളെ പോലെ തിയേറ്ററിനകത്തിരുന്നു കൊണ്ട് ആ ഫസ്റ്റ് നൈറ്റ് ഒക്കെ നടത്തിയത്. ഈ ഫസ്റ്റ് നൈറ്റ് മീൻസ് ഏകദേശം സിമിലർ ടു ഫസ്റ്റ് നൈറ്റ് ഒക്കെ അവിടെ ഇരുന്നിട്ട് കാണിച്ചു കൂട്ടി. അപ്പോ തേപ്പ് എന്ന് പറയുന്നത് എല്ലാ സൈഡിൽ നിന്നും ഉണ്ടാവും. പക്ഷെ തേപ്പ് കഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം അവർക്കിട്ട് ചെയ്തു അവരെ നശകോശയായി നാരാക്കല്ലാക്കി നശിപ്പിച്ച ശേഷം പിന്നെ നിങ്ങൾ കോക്കനാട്ട് ആര് ടോക്കിങ് എന്നാണ് എന്റെ ചോദ്യം. ഈ പറയുന്ന മണഗുണാഞ്ചം മൽഗുണാഞ്ചം പറയണ നിങ്ങൾ കേട്ടനു അവക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവൾ ഒരു വെറും കവടിയാർ മോളായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കവടിയാർ മോളെ ഇവൻ ഒപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ ഈ കേസ് നടക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എത്ര റോങ് ആണെന്ന് അറിയാമോ?
ആ പെങ്കൊച്ചിതൊന്നും കാണുന്നില്ല, അവളുടെ വക്കീൽ ഇത് കാണുന്നില്ലെന്ന് എനിക്കറിയത്തില്ല. വ്യക്തിഹത്യയാണ് ചെയ്യുന്നത്. ആ സ്ത്രീക്ക് എന്തോ ഉണ്ടാവട്ടെ, ആ സ്ത്രീക്ക് എന്തോ ഉണ്ടാവും. ഹു ആർ യു? നീ എന്തിനെന്ന് പറയണത്? കള്ളക്കേസാത്രേ. കാശ് വാങ്ങിയവനേറ്റോ, ഗർഭം അലസിപ്പിച്ചെന്നവനേറ്റോ, ഗർഭം ഉണ്ടാക്കി കൊടുത്തു എന്നവനേറ്റോ. അവൾക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് അവൾക്ക് വേണ്ട. ഭർത്താവ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ വേണ്ടാന്ന്. ഭർത്താവുള്ള ഒരു പെണ്ണിനെ നീ കൊണ്ടുവച്ച് ഉണ്ടാക്കിയപ്പോ നിനക്ക് ഇത് ഓർമ്മയില്ലായിരുന്ന? ഇത് എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു പാഠമാണ്. നമ്മളെ, അതായത് ഇന്ന് ഒരു വേറൊരു അവിഹിത കഥയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാനുണ്ട്. അത് സൂപ്പർ സ്റ്റോറിയാണ്. അല്ല, അത് വേണ്ട, ഞാൻ പറയാണ്ടാണ്. അതായത് വിവാഹം കഴിഞ്ഞ് അടുത്തൊരു ബന്ധവുമായി ഓരോരുത്തന്മാര് പോകും. ഈ പോകുന്ന സമയത്ത് അവളോട് പറയണ്ടേ, എന്തു വേണം, എന്തുവാടാ, അവന്മാരെ ബഹളം തീരട്ട്. പിന്നെ എന്തൊരു ബഹളമാണോ എന്തോ രണ്ടെണ്ണവും കൂടെ. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. അതാണ് ടെക്നോളജി. ഹലോ, നിങ്ങൾ സ്റ്റാർ ആണല്ലോ, ഫിജി കുജി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. നീ എന്ത് കണ്ട് പില്ല്? എന്തുവാടാ അവിടെ വേളോ? എന്തുവാ വേളോ? കുറച്ചങ്ങ് അടങ്ങി. ഇത് സപ്പോർട്ട് ചെയ്യാൻ ജെട്ടി വരും. വരണമല്ലോ. ഷെഫീന സേസ് ഇഫ് ദേ ആർ ഫ്രണ്ട്സ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഫ്രണ്ടും ബാക്കും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഇവിടെ വെള്ളം കുടിക്കട്ടെ. മറ്റൊരാളുടെ ഭാര്യയെ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ, സ്വന്തം കല്യാണം കഴിഞ്ഞ് തനിക്കൊരു ഭാര്യ അവിടെ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു പെണ്ണിനെ ഒപ്പിച്ചെടുക്കാൻ ഇവൻ പറയണ ആദ്യത്തെ കുറിച്ച് എന്താണെന്നറിയാം? എന്റെ പെണ്ണുമ്പിള്ള എന്നെ കെയർ ചെയ്യുന്നില്ല, എന്റെ പെണ്ണുമ്പിള്ള എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ നോക്കുന്നില്ല, എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നില്ല, എനിക്ക് പ്രൈവസി തരുന്നില്ല, എന്നെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല, ഞാൻ വീട്ടിൽ കയറി വന്ന ഉടനെ എന്റെ ജെട്ടി എടുത്തു വെച്ച് മണപ്പിക്കുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളായിരിക്കും അവർ പറയുണ്ടാവുക. ഇത് കേട്ട ഉടനെ മറ്റേ കൊച്ച് ഒന്നാമത്തെ കാര്യം ഓർക്കണം, അവൻ ഇന്ന് അവന്റെ താലി കെട്ടിയ ഭാര്യയെ പറ്റി ഇത്രയും മോശം പറയുന്നുണ്ടെങ്കിൽ നാളെ എന്റെ അവസ്ഥ എന്താണെന്ന് ഒരു ചെറിയ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ ഒരു കാരണവശാലും അവനൊരു സ്പേസ് കൊടുക്കത്തില്ല. അതല്ലേ കറക്റ്റ്? ഹായ്, ഞാൻ തിരിച്ചെത്തി. ഹായ് സന്ധ്യ കുട്ടപ്പൻ. ഒരു സ്പേസ് കൊടുക്കുമോ? ഇല്ല. പകരം മാറ്റി നിർത്തും. അവൻ കുറ്റം പറയുന്ന അവന്റെ ഭാര്യയെ മാത്രമല്ല, പെൺവർഗത്തിനെ മൊത്തമാണ്. ഇതേ സാധനം ആ പെൺകൊച്ചിന് തോന്നിക്കഴിഞ്ഞാൽ ആ പെൺകൊച്ചു പോയി മറ്റൊരുത്തന്റെ കൂടെ അഫെയർ വെച്ചാലും അവിടെയും നമ്മൾ നീക്കി നിർത്തേണ്ടത് ആ പെണ്ണിനെ തന്നെയാണ്. ഇത്തരം അവിഹിതങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഒരു പാർട്ട്ണർ ഉണ്ട് എങ്കിൽ, ആ പാർട്ട്ണറുമായിട്ട് പ്രശ്നമാണ് എങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് തോന്നിയാസോ കാണിച്ചു. ഒരാളെ നിലനിർത്തിക്കൊണ്ട് വേറൊരാളുമായിട്ട് കാണിക്കുന്ന ഈ അവിഹിതം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? കാരണം തെറ്റിന്റെ വഴിയാണത്. ആ പറയുന്ന പാർട്ട്ണർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ. എൻ്റെ അടുത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പേസിലേക്ക്, നമ്മുടെ ബെഡിലേക്ക് വേറൊരാളെ ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അപ്പം അവിടെ തീർക്കണം. മതി ബില്ലി, വേണ്ടാന്ന് നോക്കണം. അതിനുള്ള യോഗ്യത, അതിനുള്ള ഒരു ഇത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ട്രൂ. കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് ഇവന്റെ സ്ഥിരം നമ്പറാണ്. ചോറ് വെച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ അമ്പിളി ദേവിക്ക് പറ്റിയത് ഇതാണ്. അജയന്റെ മരുമോൻ അങ്ങോട്ടാവുമെന്ന് പറഞ്ഞാണ്, എനിക്ക് ചമ്മന്തി അരച്ചു തന്നില്ല, എന്നെ നോക്കിയില്ല, എനിക്ക് വാരി ഊട്ടിയില്ല, വിശ്വസിച്ച് വീട്ടിൽ കയറ്റി കല്യാണവും കഴിച്ച ഒരു കൊച്ചിനെയും കൊടുത്തപ്പോൾ അവളെ കാര്യം അടക്കി മടല് കൊണ്ട് അടിച്ചത് മാത്രമല്ല പച്ച അപരാധവും പറഞ്ഞിട്ട് അടുത്ത അവിഹിതം തേടിപ്പോയി. അവിഹിതക്കാരന്മാരെ എന്റർടൈൻ ചെയ്യരുത്. ഒരു കാരണവശാലും എന്റർടൈൻ ചെയ്യരുത്. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താ നിങ്ങൾക്ക് അറിയാത്തതാണ്. ഇന്ന് ഈ പെണ്ണിനെ കളഞ്ഞിട്ട് വന്ന ഇവനെ കെട്ടാനായിട്ട് ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടല്ലോ, ഷിയാസണനെ കെട്ടാനായിട്ട് ഒരുത്തി നിൽപ്പുണ്ടല്ലോ. എന്റെ പൊന്നു കുത്തുവോളെ, എന്റെ കുത്തിനും ഇത് തന്നെയാണ് അവന്റെ പരിപാടി. അവൻ ഇത് തന്നെ നിന്റെ അടുത്തും ചെയ്യും. അത് ഒരു ട്രെയിനറാണ്, ജസ്റ്റ് ഒരു ട്രെയിനറായ ആ പെണ്ണിന് അത്രയുള്ള വരുമാനമേ ഉള്ളൂ. പക്ഷെ ഈ പെണ്ണ് ഡോക്ടറാണ്, ഇതിനകത്ത് കൂടെ വരുമാനമുണ്ട്. അമ്മ വളർത്തിയ അമ്മയുടെ പൊന്നാര മോൻ എന്നൊക്കെ പറയുന്ന ഈ ഷിയാസ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടവനാണ്. ഒരു സ്ത്രീയെ അവഹേളിക്കാവുന്നതിന്റെ മാക്സിമം അവൻ ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി അവളെ പറ്റിക്കുക മാത്രമല്ല ഒരു കുഞ്ഞിനെ കൊന്നുകളയാനും കൂടെ കൂട്ടുന്നു. അബോഷൻ. ഇനി അവൾക്ക് ഇത്രയും പോരായ്മകളുണ്ട്, അവൾ ഇത്രയും കുഴപ്പം പിടിച്ച സ്ത്രീയാണെങ്കിൽ അവളുടെ പൈസ കൊള്ളാമായിരുന്നോ ഷിയാസെ? 12 ലക്ഷം രൂപ ഇവൻ വാങ്ങിയെടുത്തു എന്ന് ഇവൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. കാരണം രേഖകളുണ്ട്, കുറ്റസമ്മതം നടത്തിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ രേഖകളിൽ ഈ ഫിജോക്കേരിന്ന്
ന്യായീകരിക്കുന്ന ഒരു ഉളുപ്പില്ലാതെയാണ്. അത് കേൾക്കാൻ കുറെ വാഴകൾ. അതൊക്കെ അവർ പറയട്ടെ. ട്രൂ കെയർ ചെയ്യുന്നില്ല, ഇവന്റെയൊക്കെ സ്ഥിരം നമ്പർ. ഈ പറയുന്ന പൈസ വാങ്ങിയതിന് തെളിവുണ്ട്, പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസിൽ അക്സെപ്റ്റൻസ് ആയിട്ട് പുള്ളി പോയിട്ട് പറയുന്നു, ഇപ്പൊ പറയുന്നത് കള്ള കേസാണ്. ഇവരെ ആരും ഇല്ല എന്ത് രണ്ട് പൊട്ടിക്കാനായിട്ട്. അപ്പൊ പറയണത് കള്ള കേസാണ്, ഈ പറഞ്ഞത് അത്രയും കള്ള കേസാണ്, ഇത് വിശ്വസിക്കാക്കുള്ള. നിങ്ങൾ കേട്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ഞാൻ ഒന്നും കൂടെ കേൾപ്പിക്കാം. വാഴ ഇരുന്ന് പറയുന്നുണ്ട്. കുട്ടിയുള്ള കാര്യം ഞാൻ അറിഞ്ഞു, അവരുടെ ഹസ്ബൻഡുള്ള കാര്യം ഞാൻ അറിഞ്ഞു, അവർക്ക് മുമ്പ് വേറെ റിലേഷൻഷിപ്പുള്ള കാര്യം അറിഞ്ഞു, അവർ ഞാനായിട്ടുള്ള സമയത്ത് വേറെ റിലേഷൻഷിപ്പുള്ള കാര്യം ഞാൻ അറിഞ്ഞു, വേറെ പരിപാടികളുള്ള കാര്യം, പിന്നെ അവർ പല സാധനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. അവള് ഡ്രഗ് അഡിക്റ്റ് എന്നാണ് ഈ പറയുന്നതിന്റെ ഉദ്ദേശം. പല സാധനങ്ങളും ഉപയോഗിക്കുന്നതായിട്ട്. അതിന് ഡ്രഗ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുനാമിക്ക് എന്തിനാ അവൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് എന്തിനാണോ എന്തോ. ഞാൻ എനിക്ക് കിട്ടിയാണെങ്കിൽ ഇത്ര റീസൺസ് മതിയില്ലേ. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പത്തെ ആൾക്കാർ ചെറിയ കാര്യങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നത്, ഡിവോഴ്സ് ആവുന്നത്. ഞാൻ ഒരുപാട് റീസൺ കൊണ്ടാണ്, റീസൺ ഒന്നല്ല. എനിക്ക് അവനെ കല്ലാം. ശരിയാണ്, ഡിവോഴ്സ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതൊരു വലിയ കാര്യമാണോ? ഡിവോഴ്സ് നടക്കുന്നിടത്ത് ഒരു അവിഹിതം വേണ്ടെന്ന് നോക്കിയാൽ എന്താ പ്രശ്നം? കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോ എന്താ പ്രശ്നം? കൂടെ ഉള്ളവളെ നിനക്ക് നാളെ ഒരുപാട് പ്രശ്നങ്ങൾ വരും, നിന്നെയും ഇവൻ പച്ചയ്ക്ക് പിടിച്ച് പുറത്താക്കും. അപ്പൊ കണ്ടോ കേട്ടാ, നീ നല്ല സപ്പോർട്ട് ചെയ്ത് അവന്റെ കൂടെ ജീവിച്ചോ. അവൻ പക്ക ഫ്രോഡാണെന്നുള്ളതിന്റെ തെളിവാണ് ഈ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടീനെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ മാത്രം, അവന് ആ ഹസ്ബൻഡുള്ള കാര്യം മാത്രം അവന് വളരെ ഡീസന്റ് ആയിട്ട് തന്നെ അവോയ്ഡ് ചെയ്യാം. പകരം ഹസ്ബൻഡ് ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് അവളവനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ന്യായമായിട്ട് എടുക്കാം. പകരം ഇവൻ പറയണത് തന്നെ അവൾ ഉപയോഗിച്ചിരുന്നു, അവൾക്ക് ഹസ്ബൻഡ് അല്ലാതെ അതിന് മുമ്പ് വേറെ ബന്ധങ്ങളുണ്ട്, ഹസ്ബൻഡ് കളഞ്ഞ ശേഷം വേറെ ബന്ധങ്ങളുണ്ട്, ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു സ്ത്രീയെ ഞാനെന്തിനു വേണമെന്ന് വെക്കണം. ഇവൻ കല്യാണം കഴിക്കാൻ പോയ പെൺകുട്ടി പിന്മാറി എന്ന് തോന്നുന്നു, അവൾ രക്ഷപ്പെട്ടു. ഇല്ലല്ല, അവളുണ്ടല്ലോ, ആ കൊച്ചുണ്ട്, കല്യാണവും നടക്കും. ഒരു നാണോ ഇല്ലാതെ ആ പെണ്ണ് പോയി കെട്ടും. മുസ്ലിംസ് അല്ലേ, ആ കുട്ടികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അടിമകളാണ്, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ കാക്കപ്പൊടിയെ കല്യാണം കഴിച്ച പെണ്ണെന്തുവാ, വല്ല ബോധമുള്ളവളാണെങ്കിൽ തീവ്രവാദിയെ കെട്ടുവോ? അവൻ നൊട്ടോറിയസ് ക്രിമിനലാണ്. അവന്റെ പേരിലുള്ള കേസുകൾ എടുത്തു നോക്കിയാൽ അറിയാം. അവളെ പേരൻസിന്റെ അവസ്ഥ ആലോചിക്കുകയാണ്. ഈ ഒരു വിവാഹം നമ്മൾ നിശ്ചയിക്കുന്നതിന് മുമ്പ് ആ നാട്ടിലുള്ള, അവൻ ഏത് നാട്ടിലാണോ ആ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഇവന്റെ പേര് കൊടുത്താൽ മാത്രം മതി, നമുക്ക് ലിസ്റ്റ് കിട്ടും. ഇത്രയധികം ക്രിമിനൽ കുറ്റങ്ങൾക്ക് പ്രതിയായ ഒരുത്തനെ സ്വന്തം മകൾ കെട്ടിച്ചു കൊടുത്ത ആ പേരൻസിന് വേണം തന്നെ. നീ പ്രേമമാണെങ്കിൽ പോലും ആ കുട്ടിയോട് അത് പറഞ്ഞു കൊടുത്തൂടെ, അതിന്റെ കോൺസിക്വൻസ്. പോക്സോ കേസുണ്ട്, പിന്നെ ഇതുപോലെ എന്താ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസുണ്ട്. ഇതൊക്കെ എത്ര വലിയ ക്രൈമാണെന്നറിയാമോ? പോലീസുകാർ തല്ലുക, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവ എത്ര വലിയ ഗുണ്ടയാണെന്ന് ഓർത്തു നോക്കിയാണ്. അവർ അത്രയും വലിയ ഗുണ്ടയാണ്. എത്ര കേസുകളുണ്ടെന്ന് അവൻ സ്വയം അവകാശപ്പെടുകയാണിരുന്ന്. എന്റെ പേർക്ക് എത്ര കേസുകളുണ്ടെന്നറിയാമോ? അങ്ങനെയുള്ള ഒരുത്തനെ കെട്ടാൻ മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങൾ തന്നെ തയ്യാറാവും. കാരണം അവർക്കത് പറ്റും, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റും. മറ്റുള്ളവർ കുറച്ചുകൂടെ ചിന്തിക്കും. അല്ലെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഏതോ രീതിയിൽ എന്തൊക്കെ രീതിയിൽ ജീവിക്കുന്ന സ്ത്രീ ആയിരിക്കും ആ പെണ്ണ്. അവക്ക് ഇതിന് എന്താ ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറയണ അതിനും എന്തെങ്കിലും പ്രോബ്ലംസ് കാണും. അപ്പൊ ഇത് അതിനകത്ത് തട്ടിപ്പോകാനായിരിക്കും, അതിനായിരിക്കും. എങ്ങനെയായാലും ഈ ബന്ധങ്ങളൊന്നും തന്നെ ശാശ്വതവുമല്ല, സുരക്ഷിതവുമല്ല. പിന്നെ നമ്മൾ ഒരു വിവാഹ ബന്ധത്തിനെ പറ്റി മോശം പറയുന്നതല്ല. ഒരു ബന്ധത്തിൽ നമ്മൾ ഇറങ്ങി നിന്നാൽ മിനിമം കാണിക്കേണ്ട ചില സിൻസിയോറിറ്റി, കടപ്പാടുകൾ, ചില രീതിയിലുള്ള മര്യാദകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒരു ബന്ധം നമുക്ക് വേണ്ട എങ്കിൽ വിട്ടിട്ട് മിണ്ടാതെ നിങ്ങൾ പോരുക. അവരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത് നല്ലതാണ്. കള്ളക്കേസാണോ കൊടുത്തത്? ക്യാഷ് വാങ്ങിയ തെളിവുണ്ട്. ഇവള് അബോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ DNA ടെസ്റ്റ് നടത്തിയാൽ മതി. ഇവളെ തന്നെ നടത്തിയാലും മതി ഇവനുമായിട്ട് സെക്ഷൽ ഇന്ററാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. റേപ്പല്ല, റേപ്പ് നിലനിൽക്കത്തില്ല. കാരണം ഉഭയകക്ഷി സമ്മതമാണ്. റേപ്പ് നിലനിൽക്കത്തില്ല, ബാക്കിയൊക്കെ നിലനിൽക്കൂലേ. ഇപ്പോഴും വ്യക്തിഹത്യ ചെയ്യാണ്. ഇതാണ് ഇവറ്റകളെ അഴിച്ചു വിട്ടാലോ കുഴപ്പം. ഇവൻ ഇനിയും ആ പെൺകുട്ടിയെ പറ്റി പടുമോശം പറയും. ആ പെൺകുട്ടിയെ ഇവൻ പറയാൻ ഇവൻ ആര്? അവളെ നിന്ന് വാങ്ങിയില്ലേ ഇവൻ തിന്നത്. അവളെ കയ്യിൽ നിന്നിരിക്കുന്ന കാശ് വാങ്ങി തിന്നിട്ട് അവളെ തെറി പറയുന്ന ഇവൻ എത്ര ക്യാരക്ടർ അസാസിനേഷൻ ആണ് ആ പെൺകൊച്ചിനെ ചെയ്യുന്നത്? പൊസമോല്ലേ ചോദ്യം ചെയ്യണം. ഞാനാണ് ഞാൻ ഇവനെ പിടിച്ചുകൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇൻഫ്ലുവൻസറാ. ഇത്തരം ചാനലുകളാണ് നിരോധിക്കേണ്ടത്. ഇത്തരം പോക്കൃത്തരം കാണിക്കുന്നവരെ കൊണ്ടുവന്നിരുത്തി സംസാരിപ്പിക്കുന്നവരാണ് ഏറ്റവും വലിയ ക്രിമിനൽസ് എന്ന് ഞാൻ പറയും. പൊതുസമൂഹത്തിൽ ഇവർക്കൊരു വേദി ഒരുക്കി കൊടുക്കരുത്, സ്പേസ് കൊടുക്കരുത്. മേൽക്കൊണ്ട് ഇതുപോലെ വൃത്തികേട് ഒരുത്തൻ കാണിച്ചാൽ അവർക്ക് ഇതായിരിക്കും ഗതി എന്ന് കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ തന്നെ പെരുമാറണം. അതിന് പകരം അവനെ കൊണ്ടുവന്ന് കുത്തിയിരുത്തിയിട്ട് അവനെ കൊണ്ടങ്ങോട്ട് കാര്യം പറയുക. മോനോ ചാർജ് ഇല്ലടാ, പവർ ഇട്ടാണ്.
കേസുണ്ട്. അത് വിവാഹ വാഗ്ദാനത്തിന് മാത്രമല്ല കേസ്. 12 ലക്ഷം രൂപ അവളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തതാണ് കേസ്. കാശ് കൊടുക്കുമ്പോൾ കേസ് തീരും. ഈ ഇതുപോലെ ഫ്രോഡ് കേസൊക്കെ സ്വിച്ച് ഇല്ലായിരുന്നു. മുളക് കട്ട് ചെയ്തിട്ടിട്ട് വേണം. മുളക് കട്ട് ചെയ്ത് ഉള്ളി കട്ട് ചെയ്ത് പ്ലീസ് മോനെ. താറാമുട്ടയാണെങ്കിൽ ഞാൻ ഫിജോ വാങ്ങിച്ചെന്ന മുട്ടയാണോ ഇത്? ആ ഫിജോ 50 മുട്ട വാങ്ങിച്ചു കൊടുത്ത ഒരു മുട്ടയാണ് ഇപ്പൊ തിന്നത്. ചൈന പ്ലസ് ആണോ? സമ്മതം കാപുരിക്ക സമ്മതം. ചൈന പ്ലസ് അത് ചെയ്തില്ലെങ്കിലേ ആവശ്യമുള്ളൂ. ഗ്രേറ്റ് ചാന. താങ്ക് യു ജെസ്സി ആനന്ദ. തിന്നു കേട്ടു. ഉപ്പില്ല, പച്ചമുളകില്ല, ഒരു ടേസ്റ്റും ഇല്ല. കുറ്റം പറയാം. അയ്യോ എന്റെ മോൻ മുട്ട പൊരിച്ചു. ചൈന പ്ലസ് ഇതിനൊക്കെ വേണ്ടി മാത്രമാണ്. ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ പച്ചപ്പോക്കരത്തരം പറയുമോ? ഇവനെ പിടിച്ച് നോക്കട്ടെ. അതാണോ? അല്ലല്ലോ, സ്പോട്ട് ലൈറ്റ് എന്നാണല്ലോ. ചൈന പ്ലസ് അല്ലല്ലോ, സ്പോട്ട് ലൈറ്റ് എന്ന ചാനലാണ്. അപ്പൊ ഒരുപാട് കാര്യം പറയുന്നുണ്ടല്ലേ. ഇത് മാത്രമല്ലല്ലോ. കേട്ടു കേട്ടു. എനിക്ക് അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിശ്ചയിച്ച പെൺകുട്ടി തന്നെ കല്യാണം കഴിക്കണമെന്നൊന്നും നമുക്ക് നിയമങ്ങളൊന്നുമില്ലോ. കല്യാണം കഴിക്കും ഞാൻ. എനിക്ക് നല്ലത് ഇപ്പൊ നിശ്ചയിച്ച പെൺകുട്ടി റെഡി ആവണേ ഞാൻ കുട്ടിയെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ വേറെ ആള് കല്യാണം കഴിക്കും. എന്നാലും ഞാൻ കല്യാണം കഴിക്കും. ഡെഫിനറ്റ്ലി കല്യാണം കഴിക്കാതെ ഞാൻ അങ്ങനെ മറ്റേ. അയ്യോടി പൊന്നോളെ, നീ അങ്ങനെ ഒരു തീരുമാനം എടുത്താ? നീയാണടി പെണ്ണ് എന്റെ പൊന്നോക്കളെ. ഞാൻ നിന്നെ പറ്റി മോശം പറഞ്ഞാടി. ക്ഷമിക്കടി, നീ ക്ഷമിക്കടി. നീയാണ് പെണ്ണ്. ചെങ്കീരി സൂപ്പർ. അവൻ കളഞ്ഞു. പൊടി പട്ടിയ. അതാരും മോനെ. മുഹമ്മദ് സിനാനെ മുറിയണ്ടി. നിനക്ക് എന്ത് ഡിയറിത്ത. ഹായ് ലൈല ഷഫി. അവൻ കല്യാണം കഴിക്കുന്നില്ല. അവള് തേച്ച് കേട്ട മൂവിയിലെ മധുവിനെ പോലെ മറ്റേ പാട്ടുപാടി മറ്റേ ബീച്ചിലൂടെ നടക്കാനൊന്നും പോകുന്നില്ല. നമുക്കൊരാള് റൈറ്റ് ആയിട്ട് ഒരാള് കിട്ടുമ്പോ ഞാൻ കല്യാണം കഴിക്കും. ഞാൻ അറിയിക്കും എന്തായാലും. നിശ്ചയിച്ച പെൺകുട്ടി തന്നെ കല്യാണം കഴിക്കുമെന്നൊന്നും നമുക്ക് നിയമങ്ങളൊന്നുമില്ലോ. കല്യാണം കഴിക്കും ഞാൻ. എനിക്ക് നല്ലത് ഇപ്പൊ നിശ്ചയിച്ച പെൺകുട്ടി റെഡി ആവണേ ഞാൻ കുട്ടിയെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ വേറെ ആള് കല്യാണം കഴിക്കും. എന്തായാലും ഞാൻ കല്യാണം കഴിക്കും. ഡെഫിനറ്റ്ലി കല്യാണം കഴിക്കാതെ ഞാൻ അങ്ങനെ മറ്റേ ചെമ്മീൻ മൂവിയിലെ മധുവിനെ പോലെ മറ്റേ പാട്ടുപാടി മറ്റേ ബീച്ചിലൂടെ നടക്കാനൊന്നും പോകുന്നില്ല. നമുക്കൊരാള് റൈറ്റ് ആയിട്ട് ഒരാള് കിട്ടുമ്പോ ഞാൻ കല്യാണം കഴിക്കും. നിശ്ചയിച്ച പെൺകുട്ടി എന്തായാലും നിനക്ക് കിട്ടാൻ പോലടാ പോത്താ. നമുക്കൊരാള് ഫേക്കാന്ന് മനസ്സിലാക്കുമ്പോ ആ സ്പോട്ടിൽ നമ്മളൊന്ന് ക്വിറ്റ് ചെയ്യണം. അല്ലാതെ അയാളെ താങ്ങി ജീവിതം മൊത്തം നടക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഒരാൾ നമ്മളോട് ഫേക്കായിട്ട് ബിഹേവ് ചെയ്യുന്ന ആ സ്പോട്ടിൽ അത് കട്ട് ചെയ്തു. നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഇല്ലേ, അത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ക്യാൻസർ പോലത്തെ രോഗമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം മൊത്തം കൂട്ടും. പക്ഷെ ഇവിടെ വന്ന് ഇത് കട്ട് ചെയ്താലേ നമ്മളിപ്പോൾ സേഫാണ്. അതാണ് അതൊരു വേദന കൂടെ ആയിരിക്കും. ഡെഫിനറ്റ്ലി കട്ട് ചെയ്തിട്ട് പെയിൻഫുൾ അല്ലേ. ഒരാള് ഫേക്കാന്ന് മനസ്സിലാക്കുമ്പോ ആ സ്പോട്ടിൽ നമ്മളൊന്ന് ക്വിറ്റ് ചെയ്യണം. എല്ലാം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മീഡിയ എനിക്ക് പേടിയാണ് സീരിയസ്ലി. കാര്യം നല്ല മീഡിയക്കാരെ എനിക്ക് പേടിയില്ല. നിങ്ങൾ നല്ല മീഡിയ. നിങ്ങളൊരു സുഹൃത്തിനെ പോലെ എന്റെ സംസാരിക്കും. ചില ആളുകൾ ഷിയാസ് കരീം എന്ന വ്യക്തിയെ അയാളുടെ പൊക്കവും വണ്ണവും അയാളുടെ ശരീരഘടന വെച്ചിട്ട് രൂപം വെച്ചിട്ടാ വന്നിട്ട് ആളെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ പേരില് കുറ്റം അടിച്ചാക്ഷേപിക്കുന്ന മീഡിയക്കാരോട് അവരെ മഞ്ഞപ്പത്രം എന്നാ ഞാൻ പറയുന്നത്. അവര് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അവരെ തിരികെ വിളിച്ചിട്ടുണ്ട്. എടാ നീ ഇപ്പൊ ഇരുന്ന് അലയ്ക്കുന്നതല്ലേ, അതാണ് മഞ്ഞപത്രം. നിന്നെ വെളുപ്പിക്കാനായിട്ട് എടുത്ത് വെച്ച് സംസാരിക്കുന്നില്ല, അവരാണ് മഞ്ഞപത്രം. ഒരു പെൺകുട്ടിയെ പറ്റി പടു അപരാധം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ചാനലുകാരാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ഞപത്രക്കാര്. മീഡിയ നീ പേടിക്കണം. നീ മീഡിയെങ്കിലും പേടിക്കണ്ടേടാ കൊച്ചു ചെറുക്ക. നീ ആരെന്നാണടാ നിന്റെ വിചാരം? നീ ബിഗ് ബോസിനെ പറ്റി എന്തിനാ പറയുന്നുണ്ട്? ഈ പറഞ്ഞ ആളുകളൊക്കെ പുള്ളിക്കാരൻ ജയിക്കാൻ കാരണം ആളുകളുടെ സപ്പോർട്ട് കൊണ്ടാണ്. അല്ലാതെ പബ്ലിക് പോയി പ്ലാൻ ചെയ്തൊന്നുമല്ല. ഒരു പ്ലാനിങ് ബിഗ് ബോസിന്റെ അകത്തെടുക്കില്ല. അവിടെ പ്ലാൻ ചെയ്തത് നിങ്ങൾ തമ്മിൽ പ്ലാൻ ഉണ്ടെന്ന് അവർക്ക് ക്യാമറയിൽ നോക്കിയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആളുകൾ അപ്പുറത്തെ വീട്ടിലും പ്ലാൻ ചെയ്യുന്ന ഇപ്പുറത്തെ വീട്ടിലും മാറ്റും. നിങ്ങൾക്ക് ബിഗ് ബോസ് ഒരിക്കലും ഒരു പറ്റി അതൊന്നും ഒരിക്കലും നമുക്ക് പറയുന്നതുകൊണ്ട് കാര്യം നടക്കും. എന്റെ അകത്ത് ഞാൻ പോയാണ് അഖിൽമാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ പുള്ളിക്കാരൻ. So that's my point.
അവനെ പുണ്യാളനാക്കി പിള്ളേരെ. നിങ്ങൾക്ക് നിങ്ങളൊന്നും അറിഞ്ഞു, അവൻ ഇപ്പൊ പുണ്യാളനാണ്. അവൻ നല്ലവനായ നാറിയായി. ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊക്കത്തില്ല. സോ ഇതിനകത്ത് പറയാൻ ഇത്ര വെരി ഷോർട്ടായിട്ട് ഞാൻ പറയാം. ഞാൻ പലയിടങ്ങളിലും കണ്ടിട്ടുള്ള ഈ അവിഹിത ബന്ധങ്ങളുടെയൊക്കെ കാതൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യയെ അല്ലെങ്കിൽ കൂടെയുള്ള പാർട്ട്ണറെ ഏറ്റവും മോശമായ രീതിയിൽ അവരോട് പറയും, എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ നോക്കുന്നില്ല, നീയാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി, നിന്നെപ്പോലെ സൗന്ദര്യമുള്ള മറ്റൊരു ജീവിതം വേറെ ഇല്ല, ആന ചേന ചക്ക മാങ്ങ തേങ്ങ. ഇനി കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ അങ്ങ് കയ്യിലെടുക്കും. എന്നിട്ട് പറയും, ആ കുഞ്ഞ് എന്നെ അപ്പനെന്ന് വിളിക്കട്ടെ, അവർ എന്നെ അപ്പ എന്ന് വിളിക്കട്ടെ, മാപ്പീ എന്ന് വിളിക്കട്ടെ എന്ന് പറയും. ഒരു കാരണവശാലും ആ കുട്ടികൾ അവൻ അക്സെപ്റ്റ് ചെയ്യില്ല. നിന്നോടുള്ള കൊതി തീരുമ്പം അവൻ നിന്നെ കളഞ്ഞ് അടുത്ത മരത്തിൽ കയറാൻ പോകും. അത് സ്വാഭാവികമാണ്. അപ്പോൾ മാത്രം മറ്റേ പെണ്ണിന്റെ വേദന നിനക്ക് മനസ്സിലാക്കും. തയ്യാറായ അത് തിരിച്ചും അങ്ങനെ തന്നെ. ആണുങ്ങളുടെ കാര്യമായാലും അങ്ങനെ തന്നെ. ആ ഉള്ള ഭർത്താവിനെ, അവന്റെ കുറവുകൾ, അവന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവനോട് തന്നെ സംസാരിച്ച് അതിന് പരിഹാരം കണ്ടെത്താതെ അവനെ ചവിട്ടി തുലച്ചുകൊണ്ട് നിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ഓർത്തോ, ഇന്ന് അവനുള്ള അതേ ഗതി നാളെ നിനക്കും വരും. കാരണം അവൾ വീണ്ടും മണ്ടൻ ചാടും. തർക്കമേ വേണ്ട. വിവാഹമോചനമോ അല്ലെങ്കിൽ മരണമോ ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു പെണ്ണിരിക്കുന്നു. അവൾക്കൊരു ജീവിതം കൊടുത്താൽ അതിലൊരു യാഥാർത്ഥ്യബോധമുണ്ട്, അതിനകത്തൊരു കൃത്യതയുണ്ട്. അത് തീർച്ചയായിട്ടും ചെയ്യണം. പാട്ടിഗ്രാമത്തിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയവന് പാട്ടിഗ്രാമത്തിൽ സുരക്ഷയും സ്വന്തം മകളെ പോലും വിവാഹം ചെയ്തു കൊടുത്ത വാപ്പമാരുള്ളിടത്ത് ഷിയാസിനെയും കാപ്പിപ്പൊടിക്കുമൊക്കെ പെണ്ണ് കിട്ടാതിരിക്കുമോ മാഡം? നോ കമന്റ്സ് സാർ. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. അതൊരു വലിയ സത്യമാണ്. അവർക്കിടയിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തായാലും ഈ പെൺകൊച്ച് മാറി എന്നാണല്ലോ അവൻ പറയുന്നത്. അവൾ തിരിഞ്ഞു പോയെന്നല്ല, മിടുക്കിയാണ് അവൾ. സത്യത്തിൽ ബോധമുണ്ട് ആ പെൺകുട്ടി. അവൾ സംസാരിക്കേണ്ടത് ആ പെൺകൊച്ചിന്റെ അടുത്താണ്. അവളോട് സംസാരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യം കിട്ടും. ഇത് കള്ളത്തരമാണ്, ഇത് സംതിങ് വെരി റോങ് ആണ്, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും. അല്ലെങ്കിൽ ഇവ ഇപ്പൊ മീഡിയ കൂടെ വന്നിട്ട് വീണ്ടും ഒന്ന് ഫെയിം ആവാൻ നോക്കത്തില്ല. അവന്റെ ലൈഫ് കഴിഞ്ഞു. മീൻസ് ഇനി അത് പൊതുസമൂഹത്തിൽ എത്ര പേര് അക്സെപ്റ്റ് ചെയ്താലും എന്റെ മനസ്സിൽ ഷിയാസ് എന്ന് പറയുന്ന ഒരു പെണ്ണുപിടിയൻ തന്നെയാണ്. അവൻ അവസരവാദിയാണ്. അവന്റെ അവസരത്തിനൊത്ത് ആ പെണ്ണിന് ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെയും കൊടുത്ത് അതും അബോർഷൻ ചെയ്ത് അവളുടെ പണവും പിടുങ്ങിയെടുത്ത ശേഷം ആ പെൺകുട്ടിയെ പറ്റി പടുമോശം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഷിയാസ് ഒരു വൃത്തികെട്ടവൻ തന്നെയാണ്. ദ സെയിം മാനർ ഇനി മറ്റേ പെൺകുട്ടിയോടും അവൻ ചെയ്യും. ആ പെൺകുട്ടിയുടെ എഡ്യൂക്കേഷനും അവളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും കണ്ടിട്ടാണ് വീണത്. ഇതിലേക്ക് എനിക്ക് ഏറ്റവും നൊമ്പരമായിട്ട് തോന്നിയ ഒരു അമ്മ വളർത്തിയ മകനാണ് അച്ഛനില്ലാതെ. എന്റെ സ്റ്റാറ്റസ് ഇച്ചിരി പ്രശ്നം കാണിക്കുന്നുണ്ട്. നമുക്ക് വൈകുന്നേരം കാണാം. തൽക്കാലം വിട, വൈകിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഷിയാസിന്റെ വിഷയത്തിൽ ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും പറയുന്നു, അവിഹിതങ്ങൾ ഒന്നും തന്നെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഷെഫീന ബീബി ചാനലിൽ അവിഹിതങ്ങൾ വെളുപ്പിച്ചു കൊടുക്കുന്ന പരിപാടി ഇല്ല. അവിഹിതക്കാരെയും എനിക്ക് വെറുപ്പാണ്. അത്തരക്കാരെ ഞാൻ 1 കിലോമീറ്റർ അകലേക്ക് നിർത്തുകയാണ് എന്റെ സ്ഥിരം പതിവ്. സോ അവരവിടെ നിന്നോട്ടെ. ഐ ഡോണ്ട് കെയർ. താങ്ക് യു.